ഇതിനിടെ വളരെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അത് കെ.ടി. ജലീലിൻ്റെ ഭാഗത്തു നിന്നാണ്. പാർട്ടിയോട് യാതൊരു പ്രതിബദ്ധതയും ഇനിയില്ലെന്ന് കെ.ടി. ജലീൽ. പാർട്ടി പറയുന്നതുവരെ CPM സഹയാത്രികനായി തുടരും. ഇനി മുതൽ അധികാരമില്ലാത്ത പൊതുപ്രവർത്തനമായിരിക്കുമെന്നും ജലീൽ പറയുന്നു. ജംഷീർ കൊടിഞ്ഞിയുണ്ട് വിവരങ്ങളുമായി. അതിനു മുമ്പ് ജലീലിന്റെ വാക്ക്. ഇപ്പോൾ മീഡിയ വണ്ണിനോട് എനിക്ക് പ്രതിബദ്ധതയില്ല, ജമാഅത്തെ ഇസ്ലാമിയോട് പ്രതിബദ്ധതയില്ല, മറ്റൊരു മതസംഘടനയോടും എനിക്ക് പ്രതിബദ്ധതയില്ല. അതുപോലെ CPIM-നോടും എനിക്ക് പ്രതിബദ്ധതയില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. CPIM സഹയാത്രികനായി തുടരാനാണ് എൻ്റെ ആഗ്രഹം. പാർട്ടി പറയുന്നത് വരെ, പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എൻ്റെ സേവനം ഞാൻ കൊടുക്കും. ഞാൻ എവിടെയും ഇടിച്ചു കയറി ചെന്നിട്ട് എൻ്റെ സേവനം കൊടുത്തിട്ടില്ല. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേരുന്നു. ജംഷീർ, അല്പം മുമ്പാണ് PV അൻവർ പാർട്ടി പ്രഖ്യാപിച്ചത്. ജലീലിന്റെ പോക്ക് അങ്ങോട്ടാണോ? അജിംസ്, ജലീൽ പറയുന്നത് ഇനി പാർട്ടിയുമായി, അതായത് CPM-മായി തനിക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല, അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മുതൽ സജീവ രാഷ്ട്രീയത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി താൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, അൻവറിന്റെ ചില കാര്യങ്ങൾ മാത്രമാണ് താൻ അംഗീകരിക്കുന്നത്, എന്നാൽ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അൻവറിന്റെ ഒപ്പം നിൽക്കുമോ എന്ന കാര്യം അതെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങൾ കാണുന്നുണ്ട്. ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഇനി തനിക്ക് പാർട്ടിയോടോ CPM-നോടോ പാർട്ടിയോടോ യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് താൻ സ്വതന്ത്രമാണ്, തനിക്ക് ഇനി എല്ലാം തുറന്നു പറയാം എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് CPM സഹയാത്രികനായി തുടരും, പാർട്ടി വേണ്ട എന്ന് പറയുന്നിടത്തോളം കാലം സഹയാത്രികനായി. ജംഷീർ, ഈ ജോൺ ബ്രിട്ടാസ് MP ജലീലിനെ കാണാൻ സ്വകാര്യ സന്ദർശനത്തിൽ എത്തിയാണോ? അല്ല, ഈ കെ.ടി. ജലീലിന്റെ ഈ പുസ്തക പ്രകാശനം നടത്തുന്നത് ജോൺ ബ്രിട്ടാസ് MP ആണ്. അത് ഈ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ ഈ വളാഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ കെ.ടി. ജലീലിന്റെ വീടിന് സമീപത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിപാടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എത്തിയത്. അപ്പോഴാണ് അദ്ദേഹം ഈ പരിപാടിയിൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ജലീൽ എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു.